ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സ്മാർട്ട് സിറ്റീസ് മിഷൻ, ചബഹാർ പോർട്ട്, 55 കാങ്ക്രി ഇ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, പ്ലേസസ് ന്യൂസ് ആയിട്ട് റാഫ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് സിറ്റീസ് മിഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ സ്മാർട്ട് സിറ്റീസ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 10 അവരുടെ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ആൻ ഓവർവ്യൂ ഓഫ് ദി സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്ന് പറയുന്നത് 2015 ഇന്ത്യൻ ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള സ്കീമാണെന്ന് മനസ്സിലാക്കുക. അത് പിന്നീട് 2024 വരെ ഇപ്പോൾ റീസെന്റ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്മാർട്ട് സിറ്റീസ് മിഷന്റെ ഒരു കോർ എലിമെന്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്മാർട്ട് സിറ്റീസ് മിഷന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുള്ള സിറ്റികൾക്ക് കോർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ക്ലീൻ ആൻഡ് സസ്റ്റൈനബിൾ എൻവയോൺമെന്റൽ ത്രൂ അപ്ലിക്കേഷൻ ഓഫ് സ്മാർട്ട് സൊല്യൂഷൻസ് എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഓവറോൾ ആ ഒരു സിറ്റിക്കകത്തുള്ള ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിറ്റിക്കകത്തുള്ള ആളുകളുടെ സോഷ്യൽ എക്കണോമിക് ഫിസിക്കൽ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പില്ലേഴ്സിനൊക്കെ കോംപ്രഹെൻസീവ്ലി വർക്ക് ചെയ്തുകൊണ്ട് ആ സിറ്റിയിലുള്ള ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുക, എക്കണോമിക് ഗ്രോത്തിനെ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ ഈ സ്മാർട്ട് സിറ്റീസിനൊക്കെ ഒരു റിപ്ലിക്കബിൾ മോഡൽസ് ആക്കിയിട്ട്, അതായത് ഒരു ബേസിക്കലി ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന സിറ്റീസിനൊക്കെ ഒരു മോഡൽ സിറ്റീസ് പോലെ അല്ലെങ്കിൽ റിപ്ലിക്കബിൾ മോഡൽസ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റുള്ള ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇനി ഈ പറയുന്ന സ്മാർട്ട് സിറ്റീസ് മിഷന്റെ കോർ ഇൻഫ്രാസ്ട്രക്ചർ എലമെന്റ്സ് ആയിട്ട് പറയുന്നത്, അതായത് ഈ സ്മാർട്ട് സിറ്റീസ് മിഷന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്മാർട്ട് സിറ്റിയുടെ കോർ ഇൻഫ്രാസ്ട്രക്ചർ എലമെന്റ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഒന്ന് അഡക്വറ്റ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ, രണ്ട് അഷ്വേർഡ് ആയിട്ടുള്ള, അതായത് ഇലക്ട്രിസിറ്റി സപ്ലൈ, മൂന്നാമതായിട്ട് റോബസ്റ്റ് IT കണക്ടിവിറ്റി ആൻഡ് ഡിജിറ്റലൈസേഷൻ, അതുപോലെ തന്നെ ഗുഡ് ഗവേണൻസ്, എസ്പെഷ്യലി ഇ ഗവേണൻസും സിറ്റിസൺഷിപ്പ് പാർട്ടിസിപ്പേഷനും, സസ്റ്റൈനബിൾ എൻവയോൺമെന്റ്, അതുപോലെ തന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് സിറ്റിസൺസ്, അഫോർഡബിൾ ഹൗസിങ്, അതായത് എസ്പെഷ്യലി പാവപ്പെട്ട ആളുകൾക്കുള്ള അഫോർഡബിൾ ഹൗസിങ്, സാനിറ്റേഷൻ ഇൻക്ലൂഡിങ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, എഫിഷ്യന്റ് അർബൻ മൊബിലിറ്റി ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇതൊക്കെയാണ് കോർ ഇൻഫ്രാസ്ട്രക്ചർ എലമെന്റ്സ് ഇൻ എ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ചബഹാർ പോർട്ടിനെ കുറിച്ചാണ്. ചബഹാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12 അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ന്യൂസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ചബഹാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയും ഇറാനും തമ്മിൽ ഒരു 10 വർഷത്തേക്കുള്ള കരാറ് സൈൻ ചെയ്തിട്ടുണ്ട്, ഈ ചബഹാർ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അനുവാദം ഇന്ത്യക്ക് നൽകിക്കൊണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ചബഹാർ പോർട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ചബഹാർ പോർട്ട് എന്ന് പറയുന്നത് ഇറാന്റെ സൗത്ത് ഈസ്റ്റേൺ പാർട്ടിലായിട്ട് ഗൾഫ് ഓഫ് ഒമാനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർട്ടാണ് ചബഹാർ പോർട്ട് എന്ന് പറയുന്നത്. ചബഹാർ എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ പേരാണ്. ബേസിക്കലി ഈ ചബഹാർ പോർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇറാന്റെ നിലവിലുള്ള അവരുടെ ഒരു ഓഷ്യാനിക് പോർട്ടാണ് ചബഹാർ പോർട്ട് എന്ന് പറയുന്നത്. അവരുടെ ബാക്കിയുള്ള പോർട്ടുകളെല്ലാം തന്നെ ഈ പേർഷ്യൻ ഗൾഫിലേക്കാണ് കണക്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിലാണ് ബാക്കിയുള്ള പോർട്ടുകളെല്ലാം ഉള്ളത്. ഓഷ്യാനിക് പോർട്ടായിട്ടുള്ളത് ഈ ചബഹാർ പോർട്ട് മാത്രമാണ്. അപ്പോൾ ഈ ചബഹാർ പോർട്ട് എന്ന് പറയുന്ന സമയത്ത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ചബഹാർ പോർട്ട് ശരിക്കും 2 പോർട്ടുകളാണ്. ഈ ചബഹാറിനകത്ത് 2 പോർട്ടുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പോർട്ടിന്റെ പേര് ഒരു ഷാഹിദ് കലന്താരി പോർട്ട് എന്നുള്ള പോർട്ടാണ്. രണ്ടാമത്തെ പോർട്ടിന്റെ പേര് ഷാഹിദ് ബെഹഷ്ടി പോർട്ടാണ്. ഈ ഷാഹിദ് ബെഹഷ്ടി പോർട്ടാണ് ഇപ്പൊ ഇന്ത്യക്ക് 10 വർഷത്തേക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓപ്പറേഷണൽ അനുമതി ഇന്ത്യക്ക് 10 വർഷത്തേക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഷാഹിദ് ബെഹഷ്ടി പോർട്ടിന്റെയാണ്, അല്ലാതെ എൻറ്റയർ ചബഹാർ പോർട്ട് അല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ചബഹാർ പോർട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആദ്യം ആരംഭിക്കുന്നത് 2000ന്റെ തുടക്കത്തിലാണ്. 2016 ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു കരാറൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചബഹാർ പോർട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും സെൻട്രൽ ഏഷ്യയിലേക്കും ഒക്കെ ഇന്ത്യക്ക് ആക്സസ് ചെയ്യാൻ ഈ ചബഹാർ പോർട്ട് സഹായിക്കും. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ നേരത്തെ താലിബാൻ ടേക്ക് ഓവർ നടക്കുന്നതിന് മുമ്പ് അഫ്ഗാനിസ്ഥാന്റെയും ഇറാന്റെയും അതിർത്തി മേഖലകളിലൊക്കെ ഇന്ത്യ വലിയ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള കാരണം അതാണ്. അപ്പൊ ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യം വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഉണ്ട്, അല്ലെങ്കിൽ INSTC ഉണ്ട്. ഇത് ഇപ്പൊ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഇന്ത്യനെയും യൂറേഷ്യനെയും സെൻട്രൽ ഏഷ്യനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രൊജക്ട് ആണ്. ഏകദേശം 7200 കിലോമീറ്റർ നീളമുള്ള ഒരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റ് ആണ്. അത് ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, അർമേനിയ, അസർബൈജാൻ, റഷ്യ,
സെൻട്രൽ ഏഷ്യ, യൂറോപ്പ് എന്നീ പ്രദേശങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിലേക്ക് ഇന്ത്യനെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക്കലി ഇറാനുമായിട്ടൊരു കണക്ഷൻ വേണം. അതാണ് ചബഹാർ പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റും കൂടിയാണ് ചബഹാർ പോർട്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് 55 കാങ്ക്രി ഇ എന്ന് പറയുന്ന ഒരു എക്സോ പ്ലാനറ്റിനെ കുറിച്ചാണ്. സോ ഈ എക്സോ പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ സയൻസ് പേജിനകത്ത് അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഈ എക്സോ പ്ലാനറ്റ് ഒരു റോക്കി പ്ലാനറ്റ് ആണെന്നും അതേസമയം തന്നെ നമ്മുടെ ഭൂമി പോലെ തന്നെ അറ്റ്മോസ്ഫിയർ ഉള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു തിക്കായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു പ്ലാനറ്റ് ആണെന്ന് ജെയിംസ് വെബ് ടെലസ്കോപ്പ് റീസെന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ വാർത്തയിൽ പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇത് എന്താണ് ഈ ഒരു പ്ലാനറ്റ് എന്ന് അറിഞ്ഞിരിക്കുക. ഇതൊരു എക്സോ പ്ലാനറ്റ് ആണെന്ന് മനസ്സിലാക്കി. എക്സോ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ പുറത്തുള്ള പ്ലാനറ്റുകളെയാണ് നമ്മൾ എക്സോ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിനെ നേരത്തെ വിളിച്ചുകൊണ്ടിരുന്നത് ജെൻസൺ എന്നുള്ള പേരിലാണ്. ഇപ്പോഴാണ് കാങ്ക്രി 55 എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് ഈ ഒരു പേരിൽ വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു പ്ലാനറ്റ് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്ലാനറ്റ് ഓർബിറ്റ് ചെയ്യുന്ന അവരുടെ സൺ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഉണ്ടാവുമല്ലോ, ആ സ്റ്റാറിന്റെ പേര് 55 കാങ്ക്രി എ എന്നാണ്. അപ്പൊ അതിനെ ഓർബിറ്റ് ചെയ്യുന്ന പ്ലാനറ്റുകൾക്കും ഇവർ ഈ പറയുന്ന സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ആസ്ട്രോണമേഴ്സ് പേര് കൊടുത്തേക്കുന്നത് 55 കാങ്ക്രി എന്നുള്ള പേര് തന്നെയാണ്. അതിന്റെ കൂടെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ആൽഫബറ്റ് ലെറ്റർ ആഡ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് 55 കാങ്ക്രി ഇ എന്ന് വിളിക്കുന്നു. സോ ഇത് 2004 ഈ ഒരു പെർട്ടിക്കുലർ എക്സോ പ്ലാനറ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഭൂമിയെക്കാട്ടിലൊക്കെ ഒരുപാട് വലുപ്പമുള്ള ഒരു സൂപ്പർ എർത്ത് ആണ് ഈ 55 കാങ്ക്രി എന്ന് പറയുന്നത്. സൂപ്പർ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയെക്കാട്ടിലും വലുപ്പം ഉണ്ടാവും. പക്ഷെ നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്തുള്ള ഈ പറയുന്ന ഐസ് ജയൻസ് ആയിട്ടുള്ള നെപ്റ്റ്യൂണിന്റെ ഒന്നും അത്ര വലുപ്പം ഇല്ലാത്ത, എന്നാൽ ഭൂമിയെക്കാട്ടിലും വലുപ്പമുള്ള എക്സോ പ്ലാനറ്റുകളെയാണ് നമ്മൾ സൂപ്പർ എർത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു മെയിൻ സീക്വൻസ് സ്റ്റാറിന്റെ അടുത്തായിട്ട് കണ്ടെത്തിയിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഒരു സൂപ്പർ എർത്ത് ആണ് ഈ 55 കാങ്ക്രി എന്നാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഇത്തരത്തിൽ ഇതിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഇപ്പോൾ അവർ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇതിനു മുമ്പും ഇത്തരത്തിൽ അറ്റ്മോസ്ഫിയർ ഉള്ള നമ്മുടെ എർത്തിന് സിമിലർ ആയിട്ടുള്ള സൈസിൽ അല്ലെങ്കിൽ സൂപ്പർ എർത്തുകളായിട്ടുള്ള എക്സോ പ്ലാനറ്റുകൾ ഇതിനു മുമ്പും സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒബ്സർവേഴ്സ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഉണ്ടായിരുന്ന ഒരു കോമണാലിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിൽ അറ്റ്മോസ്ഫിയർ ഉള്ള പ്ലാനറ്റുകളെല്ലാം തന്നെ ഗ്യാസസ് പ്ലാനറ്റുകളായിരുന്നു. പക്ഷേ ഈ 55 കാങ്ക്രി ഇയുടെ കേസിൽ ഇതൊരു ഗ്യാസസ് ആയിട്ടുള്ള പ്ലാനറ്റ് അല്ല, പകരം ഇതൊരു റോക്കി പ്ലാനറ്റ് ആണ്. അതായത് ഈ പറയുന്ന കല്ലുകളൊക്കെ ഉള്ള അല്ലെങ്കിൽ പാറകളുള്ള ഒരു പ്ലാനറ്റ് ആണ്. പക്ഷേ ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ള റോക്സ് അല്ല, പകരം ഒരു മോൾട്ടൺ റോക്ക്, അതായത് നമ്മുടെ ലാവ പോലത്തെ ഒരു സർഫസ് ആണുള്ളത്. അതായത് മോൾട്ടൺ ആയിട്ടുള്ള റോക്കി പ്ലാനറ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അവിടെ ജീവനൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല, അല്ലെങ്കിൽ മനുഷ്യനൊന്നും ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്ലാനറ്റിനെ നേരത്തെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതാണെങ്കിലും ഇതിന് ഇത്തരത്തിൽ നമ്മുടെ ഭൂമിക്കുള്ളതുപോലെ തന്നെ തിക്കായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ജെയിംസ് വെബ് ടെലസ്കോപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പിനെ കുറിച്ചും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. നിലവിൽ ലോകത്തിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇൻഫ്രാറെഡ് ടെലസ്കോപ്പ് ആണ് ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ഇതൊരു സ്പേസ് ടെലസ്കോപ്പ് ആണെന്ന് മനസ്സിലാക്കുക. നേരത്തെ നാസ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹബിൾസ് ടെലസ്കോപ്പിന്റെ ഒരു സക്സസർ ആയിട്ട് വന്നിട്ടുള്ള ടെലസ്കോപ്പാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ്. ഇത് 2021 നാസ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് നാസയുടെ പഴയ ഡയറക്ടറൊക്കെ ആയിരുന്ന ഒരു ജെയിംസ് ഇ വെബ് എന്ന് പറയുന്ന ഒരാളുടെ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ടെലസ്കോപ്പ് അറിയപ്പെടുന്നത്. അതാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. സോ ഇത് നാസയും അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും കനേഡിയൻ സ്പേസ് ഏജൻസിയും കൂടി സംയുക്തമായിട്ടാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നിലവിൽ അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് L2-ലാണ് അല്ലെങ്കിൽ ലഗ്രാഞ്ച് പോയിന്റ് 2-ലാണ്. എന്താണ് ലഗ്രാഞ്ച് പോയിന്റ് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ജെയിംസ് വെബ് ടെലസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ സ്റ്റാറുകളുടെയും അതുപോലെ തന്നെ ഗാലക്സീസിന്റെ ഒക്കെ ഫോർമേഷൻ, അല്ലെങ്കിൽ ലോകത്തിലെ യൂണിവേഴ്സിലെ ഫസ്റ്റ് സ്റ്റാറുകളുടെയും ഗാലക്സീസിന്റെ ഒക്കെ ഫോർമേഷൻ ഒബ്സർവ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗാലക്സീസിനെയും അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ഗ്രാൻഡ് സ്പൈറൽസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ പഴയ കാലത്തുള്ള ഗാലക്സീസിന്റെ ഫെയിൻറ്റസ്റ്റും അതുപോലെ തന്നെ ഏർലിയസ്റ്റ് ഗാലക്സീസിനൊക്കെ ഇന്നത്തെ ഗ്രാൻഡ് സ്പൈറലുമായിട്ട് കമ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്റ്റാർസും ഗാലക്സീസും ഒക്കെ എവിടെയാണ് ജനിക്കുന്നത് എന്ന് കണ്ടെത്തുക. അതുപോലെ തന്നെ പൊട്ടൻഷ്യലി ഹാബിറ്റബിൾ ആയിട്ടുള്ള എക്സോ പ്ലാനറ്റുകളുടെ അറ്റ്മോസ്ഫിയറിനെ ഒബ്സർവ് ചെയ്യുക. ഇതൊക്കെയാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്.
ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. സോ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 7 ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. സോ ബേസിക്കലി ബീഹാറിൽ നടന്നിട്ടുള്ള നീറ്റ് പേപ്പർ ലീക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കുറിച്ചൊക്കെ ഈ വാർത്തയിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാംസ് ആയിട്ടുള്ള നീറ്റ്, ജി, അതുപോലെ തന്നെ CTET, ഗേറ്റ്, GPAT, GMAT, കാറ്റ്, UG സെനറ്റ് ഇങ്ങനെയുള്ള എൻട്രൻസ് എക്സാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏജൻസിയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. 2017 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതൊരു സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. 1860 ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന്റെ കീഴിൽ ഒരു സൊസൈറ്റി ആയിട്ടാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഓട്ടോണമസ് ആയിട്ടുള്ള സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ഓർഗനൈസേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള അഡ്മിഷൻ ഫെലോഷിപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യലാണ് ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ റിക്രൂട്ട്മെന്റ് പേർപ്പസിനും അഡ്മിഷൻ പേർപ്പസിനും വേണ്ടിയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ കോമ്പീറ്റൻസിനെ അസസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇവരുടെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഐഡന്റിഫൈ പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, അത് സ്കൂളുകളാവാം, ഹൈസ്കൂളുകളാവാം, അല്ലെങ്കിൽ മറ്റേ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള എൻട്രൻസ് എക്സാംസ് ഒക്കെ നടക്കുക ഏതെങ്കിലും ഇതിനൊരു വെന്യൂ ഉണ്ടാവും, ഒരു സ്കൂളോ ഒരു കോളേജോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാം. അതായത് ആ ഒരു പെർട്ടിക്കുലർ ഈ എക്സാം എവിടെ വെച്ചാണോ നടത്താൻ പോകുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അക്കാഡമിക് റൊട്ടീനെ ബാധിക്കാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ എക്സാംസ് കണ്ടക്ട് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തത് മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക്, എല്ലാ സബ്ജക്റ്റുകളും ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻ ബാങ്കുകൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ടെസ്റ്റിങ്ങിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിന്റെ വിവിധ തലങ്ങളെ കുറിച്ചിട്ടുള്ള എക്സ്പേർട്ടുകളുടെ ഒരു പൂള് തയ്യാറാക്കുക. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൾച്ചർ ബിൽഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ട്രെയിനിങ് ആൻഡ് അഡ്വൈസറി സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ടെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, ETS പോലെ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ടെസ്റ്റിംഗ് സർവീസസ് പോലുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. അതുകൂടാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള എക്സാംസോ ടെസ്റ്റുകളൊക്കെ ഇവരെ മിനിസ്ട്രീസോ ഡിപ്പാർട്ട്മെന്റുകളോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലോ സംസ്ഥാന ഗവൺമെന്റിലേക്ക് മിനിസ്ട്രീസോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ സ്കൂൾ ബോർഡുകളുടെ റിഫോം, അതുപോലെ തന്നെ സ്കൂൾ ബോർഡുകളുടെ ട്രെയിനിങ്, മറ്റുള്ള ബോഡീസ്, അതായത് ഈ പറയുന്ന എൻട്രൻസ് എക്സാമിന് കമ്പയറബിൾ ആയിട്ടുള്ള ടെസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഉള്ള മറ്റുള്ള ബോഡീസ്, ഇവരുടെയൊക്കെ റിഫോംസും ട്രെയിനിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇവരുടെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഒരു ഗവേണൻസ് എന്ന് പറയുന്നത്, ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു എമിനന്റ് എഡ്യൂക്കേഷനിസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആണ് അവർ അപ്പോയിന്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും, അദ്ദേഹമായിരിക്കും ഈ പറയുന്ന ഇതിന്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെയും ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഒരു ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഉണ്ടാവും, യൂസർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള മെമ്പേഴ്സ് ഉൾപ്പെടുന്നതായിരിക്കും ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. പ്ലേസസ് ന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് റാഫയാണ്. സോ ഇപ്പോൾ ഈ റാഫയെ കുറിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് സ്ഥിരമായിട്ട് ന്യൂസിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള കാരണം. ഇപ്പൊ ഇന്നും നിങ്ങൾക്ക് ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലും ഒക്കെ റാഫയെ കുറിച്ച് കാണാൻ പറ്റും. സോ റാഫ എന്ന് പറയുന്നത് ഈ ഗാസയുടെ സദേൺ എൻഡിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിറ്റിയാണ് റാഫ എന്ന് പറയുന്നത്. സോ ഇത് സദേൺ ഗാസ സ്ട്രിപ്പിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കുക. ഈ പലസ്തീന്റെ റാഫ ഗവർണറേറ്റിന്റെ ക്യാപിറ്റൽ ആയിട്ട് കണക്കാക്കുന്നതും ഈ റാഫ സിറ്റി തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ റാഫിനെ കുറിച്ച് കൂടുതലായിട്ട് കേൾക്കാനുള്ള കാരണം ഇസ്രായേൽ ഗാസക്കെതിരായിട്ട് യുദ്ധം ആരംഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഏകദേശം 22 ലക്ഷത്തോളം ജനങ്ങളാണ് ഈ ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്ന, ഇപ്പൊ UN-ന്റെ ഒക്കെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ പ്രിസൺ എന്ന് വിളിക്കുന്ന ഈ ഒരു ടെറിട്ടറിക്കകത്തുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇസ്രായേൽ ആക്രമണങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ പലായനം ചെയ്ത് ഏകദേശം 22 ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് ഈ റാഫ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്താണ്. ഒരുപാട് റെഫ്യൂജി ക്യാമ്പ്സും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ് റാഫ എന്ന് പറയുന്നത്.
അപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ റാഫക്കെതിരായിട്ടും ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ കറ്റാസ്ട്രഫി ആയിട്ട് മാറുന്നതാണ് യുണൈറ്റഡ് നേഷൻസ് പോലുള്ള സംഘടനകളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ റാഫ എവിടെയാണ്, ഇതിന്റെ ജിയോഗ്രഫിക്കലുള്ള ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കുക. സദേൺ ഗാസ സ്ട്രിപ്പിലാണ്. അതുപോലെ തന്നെ ഈ പാലസ്തീനിയൻ സ്റ്റേറ്റിന്റെ റാഫ ഗവർണറേറ്റിന്റെ ക്യാപിറ്റൽ ആയിട്ട് കണക്കാക്കുന്നത് ഈ റാഫ സിറ്റിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഗാസക്ക് ഇസ്രായേലുമായിട്ടല്ലാതെ അവർ കരമാർഗം അതിർത്തി പങ്കിടുന്ന മറ്റൊരു രാജ്യം ഈജിപ്താണ്. അപ്പൊ ഈജിപ്തുമായിട്ടുള്ള ഈ ഗാസയുടെ ഒരേ ഒരു മേജർ ബോർഡർ ക്രോസിംഗ് ഉള്ളത് ഈ റാഫയിലാണ്. അതാണ് റാഫ ക്രോസിംഗ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ 2001 വരെ, 2000ന്റെ തുടക്കം വരെ ആക്ച്വലി ഗാസയിൽ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടായിരുന്നു. അത് ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിച്ചതാണ്. ആ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പേരാണ് യാസർ അറാഫത്ത് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. ഗാസയിലെ ഒരേ ഒരു എയർപോർട്ട് ആയിരുന്നു ഇത്. ഈ റാഫയുടെ തൊട്ട് സദേൺ ഏരിയയിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.